നിരപരാധികളായ കുഞ്ഞുങ്ങളെ അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും മുന്നിലിട്ട് കൊല്ലുന്ന, പെൺകുട്ടികളെ പിതാവിന്റെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുന്ന ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള നേതാക്കളെയും പോരാട്ടങ്ങളുടെ നായകരാക്കി വാഴ്ത്തി സമൂഹത്തിൽ കൊലപാതകികൾക്ക് സ്വീകാര്യത നൽകുന്ന മുസ്ലിം ലീഗും സുഡാപ്പിയിലും പ്രവർത്തിക്കുന്നവരോടാണ്. നിങ്ങളെയൊക്കെ കണ്ടാണ് നിങ്ങളുടെയൊക്കെ മക്കൾ വളർന്നു വരുന്നത്. നീയൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച തീവ്രവാദികൾ ചോര കുടിച്ച കഥ കേട്ടാണ് നിന്റെയൊക്കെ മക്കൾ വളരുന്നത്. തലച്ചോറിന് പകരം ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന മുസ്ലിം ലീഗുകാർ അവരുടെ ഹീറോകളായി കൊച്ചുകുട്ടികളുടെ മസ്തിഷ്കത്തിൽ പ്രതിഷ്ഠിക്കുന്നത് നിരപരാധികളുടെ കഴുത്ത് വെട്ടിയ വാരിയം കുന്നരും ടിപ്പുവും സദാം ഹുസൈനും യഹിയ സിൻവറും ഒക്കെയാണ്. മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ഹീറോയെ കുറിച്ച് മുസ്ലിം ലീഗുകാർ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച പഴമക്കാരെ തള്ളിപ്പറഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവരുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു നിങ്ങൾ കൊടുക്കണം. ഇനി മൂരി ലീഗുകാർക്കും സുഡാപ്പികൾക്കും അങ്ങനെ ഒരു ഹീറോയെ അവർക്കിടയിൽ നിന്നും ചൂണ്ടിക്കാണിക്കാൻ കിട്ടുന്നില്ല എങ്കിൽ വല്ല മായാവിയെയോ കപീഷിനെയോ ശിക്കാരി ശംഭുവിനെയോ ഒക്കെ ഏറ്റെടുത്ത് അവരെ നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ ഫ്ലക്സ് വെച്ച് അങ്ങ് സന്ദേശം നൽകണം. ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈരാറ്റുപേട്ടക്കാരനായ ഷിബിലിയെയും ഷാദുലിനെയും നിങ്ങൾ തള്ളിപ്പറയണം. ചോരക്കൊതി പൂണ്ട തീവ്രവാദികളെ ആരാധിക്കുന്ന തന്തയെ കണ്ട് വളരുന്ന മക്കൾ സ്വന്തം കൂട്ടുകാരന്റെ തല തല്ലിപ്പൊളിച്ച വാർത്തകൾ ഇനിയെങ്കിലും ഇല്ലാതാവട്ടെ. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങൾ സമൂഹത്തിന് വേണ്ടി പറയുന്ന ബിഷപ്പിന്റെ അരമനയിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ചവർ സ്വന്തം മക്കളുടെ കാര്യത്തിലെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മയക്കുമരുന്നും തീവ്രവാദവും കുട്ടികളിലേക്ക് ആവേശമാക്കുന്ന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ തള്ളിപ്പറയുക തന്നെ ചെയ്യണം. താമരശ്ശേരിയിൽ സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി ജീവൻ വെടിഞ്ഞ മുഹമ്മദ് ഷഹബാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവൻ, ഒരു മാതാവ് രാവിലെ എഴുന്നേറ്റ് ചോറും കറികളും ഉണ്ടാക്കി പൊതിഞ്ഞുകൊടുത്ത് ബസ് കയറ്റി വിട്ടവനാണ് അവൻ. വെറും 15 വയസ്സിൽ ഈ ലോകത്തു നിന്നും അവനെ പറഞ്ഞു വിട്ടവർക്കും വയസ്സ് 15 മാത്രം ഒരു കൊലപാതകം ചെയ്താൽ പോലീസ് ഒന്നും ചെയ്യില്ല എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വീരവാദം മുഴക്കാൻ പ്രതികൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അവരുടെ തന്തയും തള്ളയും തന്നെയാണ് അവർക്ക് മാതൃക. കൊലപാതകികൾക്ക് പിരിവെടുത്ത് ദയാദനം കൊടുക്കുന്ന നാട്ടിൽ ഇന്ത്യക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ഗാസയിലെ അബു ഉബൈദയെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവരുടെ നാട്ടിൽ, കൊലപാതകികളായ ഹമാസ് തീവ്രവാദികളുടെ ഫോട്ടോ ഓട്ടോറിക്ഷയിൽ ഒട്ടിക്കുന്നവന്റെ നാട്ടിൽ, ബിൻലാദന്റെ പേരുള്ള ടിപ്പൽ ലോറിയുള്ള നാട്ടിൽ, അജ്മൽ ഗസബിനെ മയ്യത്ത് നിസ്കാരം ചെയ്തവരുടെ ഈ നാട്ടിൽ ഇനിയെങ്കിലും സ്വന്തം അനിയന്റെയും മാതാവിന്റെയും തല ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിക്കുന്നവരും സഹപാഠിയെ കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നവരും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ വീട്ടിലുമുണ്ട് ഒരു 15 വയസ്സുകാരൻ. എലിപ്പെട്ടിയിൽ എലി കുടുങ്ങിയാൽ ആരും അറിയാതെ അതിനെ തുറന്നു വിട്ടിട്ട് പറയും, അമ്മേ അതൊരു ജീവനല്ലേ, വിശന്നിട്ടല്ലേ അത് കെണിയിൽ കയറിയത് എന്ന. പൂഞ്ഞാർ പള്ളിയിൽ കയറി തോന്നിവാസം കാണിച്ച മക്കളെ ന്യായീകരിച്ച ഫ്രോഡ് തന്തമാരെയല്ല, മറിച്ച് മകൻ ചെയ്ത തെറ്റേറ്റു പറഞ്ഞ അവനെയും അവന്റെ കൂടെയുള്ളവരെയും തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെയുള്ളവരാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്.